കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ഇപ്പോൾ ആ കുട്ടികൾ സംസാരിക്കാൻ അതിലേക്ക് സംശയമുണ്ട്. അതാണ് ഞങ്ങൾ പറയുന്നത്. സെക്യൂരിറ്റി ഒരു പാഠമുണ്ട്, സെക്യൂരിറ്റി ഒരു പാഠമുണ്ട്. എന്റെ റൂം കണ്ടാൽ മനസ്സിലാവും, കാരണം ഒരു പാർട്ടി പോലെയാണ് ഞാൻ റൂം നോക്കുന്നത്. എസ് എഫ് ഐയുടെ ഒരു പടമുണ്ട്. ഞാൻ എസ് എഫ് ഐ എന്ന് പറഞ്ഞോളം തൊട്ട് പുള്ളിക്ക് എൻ്റെ അടുത്തൊരു ദേഷ്യവും, നീ എന്നെ എന്തോ ചെയ്യും, നീ വലിയ യൂണിയൻ മെമ്പറാണോ, നീ വലിയ യൂണിറ്റ്, അങ്ങനത്തെ ഒരു സ്വരത്തിലാണ് പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങുന്നത്. ആദ്യം തൊട്ട് തന്നെ അങ്ങനെയാണ് സംസാരിച്ചത്. ഞാൻ നീ ലഹരി ഉപയോഗിക്കുന്നുണ്ട് തന്നെ പറഞ്ഞത്. നിന്നെ കണ്ടാൽ പറയല്ലോ നീ ലഹരി ഉപയോഗിക്കുന്നു, അങ്ങനെ തന്നെ പറയുന്നത്. പിടിയിലായിട്ടുള്ള 3 പേരും അല്ലാതെ ബാക്കിയുള്ള ഈ ഓടിപ്പോയവരാണ് ഇതിലെ യഥാർത്ഥ പ്രതികൾ. ഈ നിലക്ക് പോലീസ് ഇവിടെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി വരുന്ന സാഹചര്യത്തിനകത്ത് പോലീസിനെ കണ്ടതിന്റെ ഭാഗമായിട്ട് മഫ്റ്റിയിൽ കുറച്ച് പോലീസുകാർ വന്നിരുന്നു, അല്ലാതെ കാക്കിയിട്ടുകൊണ്ട് പോലീസുകാർ വന്നിരുന്നു. പോലീസിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ നിന്ന് പല വിദ്യാർത്ഥികളും, ഈ ആദിലും ഈ അനന്തവും അടക്കമുള്ള വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ പിടിക്കുന്നതിന് വേണ്ടി, അവരെവിടെയാണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് ഇതുവരെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ വിദ്യാർത്ഥികളാണ് ഇതിന്റെ പുറകിലുള്ളത്. അഭിരാജ് അടക്കമുള്ള വിദ്യാർത്ഥികൾ നിരപരാധികളാണ്. ഇല്ലില്ല, ഞങ്ങൾ ചോദിച്ചു എവിടെ നിന്ന് എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കടന്നതാന്നാ പറഞ്ഞത്. മറ്റു വേറെ സാറുണ്ടായിരുന്നു. ആ സാറിന്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ ബാഗിൽ നിന്നും ഉടുപ്പിൽ നിന്ന് ഷർട്ടിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല, അവിടെ കടന്നതാന്നാ പറഞ്ഞത്. എല്ലാ റൂമും പരിശോധിച്ചു. ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. 3 പേരെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ടായിട്ടുള്ളത്. ആകാശ്, അഭിരാജ്, ആദിത്യൻ. ഇവര് 3 പേരും അല്ല. ആകാശ് ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരാളല്ലാതെ അഭിരാജ് പറയുന്നു, അഭിരാജ് ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ പിടിയിലായിട്ടുള്ള 3 പേരും അല്ല ഇത് ഇവിടെ വെച്ചിട്ടുള്ളത് എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത്? പിടിയിലായ ഈ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതിനകത്ത് ഈ 2 കിലോ പിടിച്ച കേസിനകത്ത് ആ കേസിനകത്താണ് ആകാശ് പ്രതി. ആകാശ് അതിൽ 1ാം പ്രതിയാണ്. ആ കേസിന്റെ ഭാഗമായിട്ട് പോലീസിന് കൃത്യമായിട്ട് ആകാശ് മൊഴി കൊടുത്തിട്ടുണ്ട്. ആദിലും അനന്തും എന്ന് പറയുന്ന KSU പ്രവർത്തകരായിട്ടുള്ളവർ, KSUവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചിട്ടുള്ള ആളുകളാണ് ഈ സാധനം ക്യാമ്പസിന്റെ അകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ക്യാമ്പസിനകത്തും പുറത്തുമായിട്ട് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലാതെ 2 കിലോ ഒരുമിച്ച് വാങ്ങി വെക്കേണ്ട മറ്റൊരാവശ്യമില്ല. അങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് അവർക്കെതിരെ കേസെടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. പോലീസ് അവരെവിടെയെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായി ആകാശിന്റെയും ഇവരുടെ മുറിയിൽ നിന്ന് പിടിച്ചു എന്ന് പറയപ്പെടുന്നത് 9.7 ഗ്രാം കഞ്ചാവാണ്. അതിൻ്റെ ഭാഗമായി ഇവരെ 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ പറയുന്നു, അഭിരാജ് എന്ന് പറയുന്ന ഈ ക്യാമ്പസിനകത്ത് ഞങ്ങളുടെ പ്രവർത്തകനായിട്ടുള്ള SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ ക്യാമ്പസിനകത്തെ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അഭിരാജ് ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോയിട്ടില്ലാത്തൊരു വിദ്യാർത്ഥിയാണ്. അത്തരം പ്രവണതകളെ ചെറുത്ത് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ഈ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹസറിൽ പോലും ഒപ്പുവെച്ചിട്ടുള്ളത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും യൂണിറ്റ് പ്രസിഡന്റുമാണ്. ഈ ക്യാമ്പസിലെന്നല്ല, കളമശ്ശേരിയിലെന്നല്ല, ഏത് നാടിനകത്തുള്ള ഏത് ക്യാമ്പസിനകത്തും ഏത് വിദ്യാർത്ഥികൾക്കിടയിലും ലഹരി മാഫിയയുടെ വളർച്ചയെ, അതിൻ്റെ വ്യാപൃതിയെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ SFI ചെറുക്കും. അത് ഇതിനെ അതുമായി ബന്ധപ്പെട്ട് ഈ കോളേജിൽ നിന്ന് മാത്രമല്ല പല ക്യാമ്പസുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും അതുപോലും കിട്ടുന്ന സാഹചര്യമുണ്ട്. ഞങ്ങൾക്ക് പോലും പറയട്ടെ ഞങ്ങൾക്ക് പോലും പലയിടങ്ങളിലും ലഹരി ഉപയോഗിക്കുന്നുണ്ട്, പൊതുമധ്യത്തിൽ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം കിട്ടുന്ന സാഹചര്യത്തിന് ഞങ്ങൾ പോലും കൃത്യമായിട്ട് വിദ്യാർത്ഥികളോട് കണ്ട് സംസാരിക്കുകയും അത് ചെയ്യരുതെന്ന് പറയുകയും പലപ്പോഴും പോലീസിന് പോലും ഞങ്ങൾ പോലും ഇൻഫർമേഷൻ കൊടുക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ക്യാമ്പസിൽ നിന്നല്ല എവിടെ നിന്ന് പിടിച്ചാലും അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമം. യൂണിയൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന ഒരു കേസാണ്. അത് ഇത്തരത്തിൽ നേരത്തെ ഇവിടെ ഇത്തരത്തിലൊരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും നിങ്ങൾ പറയുന്ന യൂണിപ്പോയ വിദ്യാർത്ഥികളാണ് അതിന് മേലെ പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ ഇവിടെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ കാരണക്കാരായിട്ടുള്ള ആൾ ആരാണെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു ഇൻവോൾവ്മെന്റ് ഈ ക്യാമ്പസിലുണ്ട്. ഇതിന്റെ അകത്ത് ഈ ക്യാമ്പസിനകത്തും പൊതുവിലും തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടും അല്ലാതെ ക്യാമ്പസിനകത്ത് നടക്കുന്ന ക്യാമ്പയിനുകളുമായി ബന്ധപ്പെട്ടും വലിയ രീതിയിൽ KSU മദ്യവും മയക്കുമരുന്ന് സപ്ലൈ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ കൃത്യമായി ഇവരോട് KSU പ്രവർത്തകരോട് ചെയ്യരുതെന്ന് പറയും, പലപ്പോഴും പോലീസിന് വിവരം അറിയിക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് ഇത് ഉപയോഗിക്കരുതെന്ന് പറയുകയും ചെയ്യുന്നത് SFIയുടെ ഭാഗമായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിയമം കയ്യിലെടുത്ത് ഇത് തടഞ്ഞു നിർത്താൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കും. ഞങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴും SFI തന്നെയായിരിക്കും പഴി വെക്കുന്നത്. നമ്മൾ എല്ലാ രീതിയിലും വിദ്യാർത്ഥികളോട് ഇത് ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്നും പോലീസ് അഭിരാജിനെ മുറിയിൽ കൊണ്ടുപോയ സമയത്താണ് ഇത് മുറിയിൽ നിലത്ത് കിടക്കുന്നു എന്ന രീതിയിലാണ് പോലീസ് പറഞ്ഞത്, അല്ലെ? അതുപോലെ നിലത്ത്
ഇട്ടതാണെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? അതോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്തതാണോ? അതങ്ങനെയാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട ഡ്രസ്സോ ബാഗോ അങ്ങനെ എവിടെ നിന്നാണ് കിട്ടിയത്? ഇല്ലില്ല, എൻ്റെ ബാഗിൽ നിന്ന് വല്ല ഡ്രസ്സ് എൻ്റെ ഡ്രസ്സ് മൊത്തം വലിച്ചു വാരി താഴെ ഇട്ടേക്കോ. എൻ്റെ റൂം ഉള്ള അലങ്കോല. ഞാൻ എല്ലാം മടക്കി ഒതുക്കി വെക്കുന്ന കബോർഡിൽ എല്ലാം മടക്കി ഒതുക്കി വെച്ചാൽ അതെല്ലാം താഴെയും മറ്റിടത്തെല്ലാം വിരിച്ചിട്ടിട്ട് കട്ടിലേലും മൊത്തം സാധനങ്ങൾ എന്നിട്ട് താഴേന്നുള്ള സാധനങ്ങൾ മേളിലോട്ട് കൊണ്ടുവന്ന്, താഴേന്ന് അവൻ്റെ റൂമിൽ നിന്ന് കണ്ടെടുത്ത കുറേ സാധനങ്ങൾ മേളിലോട്ട് കൊണ്ടുവന്ന്. കഞ്ചാവാണോ മേലോട്ട്? അതപ്പോ അവിടെ കൊണ്ട് ഇട്ടു എന്നാണോ പറഞ്ഞത്? എന്നിട്ട് നിങ്ങളെ പ്രതിയാക്കുമായിരുന്നു, അങ്ങനെ കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട് സാറേ. മുന്നോട്ട് പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പരാതി കൊടുക്കുന്നതിന് വേണ്ടി ആഭ്യന്തരമന്ത്രിക്ക് അടക്കം മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് നിയമപരമായി തന്നെ അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, അഭിരാജ് ഏത് ഘട്ടത്തിലാണെങ്കിൽ പോലും അഭിരാജോ ഈ ക്യാമ്പസിനകത്തുള്ള നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഏത് SFIക്കാരനും ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഏത് മെഡിക്കൽ ടെസ്റ്റും എടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാണ്. ഇത്രയാണ് പറയാനുള്ളത്. ഇവിടെ 2 വാർഡന്മാരുണ്ടെന്ന് പറയുന്നില്ല. 2 വാർഡന്മാരും ഈ അതായത് പുറത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് കയറുന്നുണ്ടെന്ന് പ്രിൻസിപ്പാൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി 2 വാർഡന്മാരുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു ശ്രദ്ധയിൽ മിനിമം പ്രായപൂർത്തിയാകാത്ത പിള്ളേർ വരെയുള്ള ക്യാമ്പസാണല്ലോ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്താണ് ഈ 2 വാർഡന്മാരെ ചെയ്യുക? വാർഡന്മാർ ഇവിടുത്തെ നമുക്ക് മെസ്സിന്റെ കണക്കും കാര്യങ്ങളും നോക്കും. പിന്നെ നമ്മൾ രാത്രി 10 മണി ഗ്രില്ലടയ്ക്കുക, രാവിലെ തുറക്കുക. വാർഡന്മാരുമായി ബന്ധപ്പെട്ട വാർഡന്മാരോടും പ്രിൻസിപ്പളിനോടും